അങ്ങനെ നോക്കുമ്പോ മോൾ അവനോട് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല. പക്ഷെ മോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറമേന്ന് നോക്കുമ്പോ മാച്ച് അല്ല എന്ന് തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളത്. രണ്ടുപേരും പരസ്പരം ചേർന്ന് പോകില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഡിവോഴ്സ് എന്ന പത്രത്തിലേക്ക് ഇരുവരും ഒപ്പിടുന്നത്. ഈ അടുത്തിടെ റോമിയോ എന്ന് പറയുന്നൊരു തമിഴ് സിനിമ കാണുകയുണ്ടായി. ആ സിനിമയിൽ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ് അവർ പരസ്പരം ചേർന്ന് പോകില്ല എന്നത്. എന്നിരുന്നാലും ആ നായകൻ എന്തൊക്കെയോ ചേർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു മനസ്സാണ് ഗോഡ്സ് ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മളത് എത്രമാത്രം വിലപിടിപ്പുള്ള സാധനമാണെന്ന് നോക്കാറില്ല. അങ്ങനെ നോക്കിയത് ഗിഫ്റ്റല്ല, മറിച്ച് അത് തരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന വില എത്രമാത്രമാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. ചേരാത്ത പല കാര്യങ്ങളും ചേർക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴാണ് ആ ഒരു ലൈഫിന് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുന്നത്. വചനം തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ.